വണ്ടി ഓടിക്കരുത്. ചേച്ചി മോള് വരുന്നില്ലേ? ആ സാറേ, വിവാഹത്തിന് ശേഷമുള്ള ആദ്യ അവാർഡാണ് അല്ലേ? എന്ത് തോന്നുന്നു? നല്ലതാണ്. ബിക്കോസ് നമുക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ എല്ലാം ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇനി കൂടുതൽ സൂക്ഷിച്ച് അഭിനയിക്കണം. പിന്നെ ഇത്രയും റിനൗണ്ട് ആയിട്ടുള്ള GK പിള്ള സാറിൻ്റെ പേരിലുള്ളൊരു മെമ്മോറിയൽ അവാർഡ് കിട്ടുന്നത് ഒത്തിരിയധികം സന്തോഷമാണ്. ഐ ഫീൽ ഇറ്റ്സ് എ ലക്കി ഡേ. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അവാർഡായിട്ട് കിട്ടും. ഇപ്പോൾ 2025 പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ, പുതിയ വർക്ക്? ഇപ്പോൾ പ്രജേഷിൻ്റെ ഒരു പടം ചെയ്തു. തെലുങ്കിൽ പടം സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് തുടങ്ങുന്നത് 25-ലായിരിക്കും. പിന്നെ പ്ലാനിങ് ടു വർക്ക് ഓൺ അവർ ഓൺ പ്രൊഡക്ഷൻസ്. ഞങ്ങൾക്കൊരു ഫുൾ ടീമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻസിൻ്റെ കാര്യങ്ങൾ അതിൽ നോക്കുന്നുണ്ട്. ഈ 2024 പകുതിയായപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ച് പ്രോജക്ട്സ് പെൻഡിങ് നിൽക്കും. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ 2025 പ്ലാൻ അതാണ്. സാറിൻ്റെ നെക്സ്റ്റ് മൂവി എന്ന് ഇറങ്ങുന്നത്? ഇപ്പോൾ ആഴത്തിന് മുന്നേ അനുറാമിൻ്റെ ഇതിറങ്ങി. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് പ്രജേഷിൻ്റെ പടം തന്നെ. ഊരിനിയായിരിക്കും അടുത്ത പടം. പിന്നെ ഇറങ്ങാത്ത കുറച്ച് മൂവീസ് പെൻഡിങ് കിടപ്പുണ്ട്. അത് എപ്പോൾ ഇറങ്ങുന്നുള്ളത് നമുക്കറിയില്ല. ദൃഷ്ടി അങ്ങനെയാണ്. ദിവ്യ ചേച്ചിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അവാർഡ് ഉണ്ടോ? വലിയ ട്രോഫിയാണ്. ഒന്നും സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നെയാണോ? സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ഒരു ട്രാവലിൻ്റെ പകുതിക്കാണ്. ഇവിടുന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കുന്നു? കഴിഞ്ഞ തവണത്തേക്കാട്ട് എന്തെങ്കിലും നാട്ടിൽ പോകും. നാട്ടിൽ പോകും. ഫാമിലിയുടെ കൂടെ എല്ലാവരും പനി പോകുന്നുണ്ട്. നിങ്ങൾ ഇതൊന്നും ചോദിക്കാതെ എൻ്റെ മോളാണ്, മൂത്ത മോള് എൻ്റെ ചേച്ചി, എൻ്റെ മൂത്ത മോൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഇത് അനിയത്തിയാണ്. പ്രൈമറി ഹെഡ് നമ്മുടെ വെക്കേഷൻ അങ്ങനെ എല്ലാവരും അതെ.